ഹലോ, ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ പറ്റിയ ഒരു മാജിക്കൽ റൈസ് ക്രീമാണ് ഇന്നത്തെ ടിപ്പ്. അപ്പോൾ നമുക്കറിയാം, ഈ കൊറിയൻസും ജാപ്പനീസ് സ്ത്രീകളൊക്കെ അവരുടെ ആ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താനായിട്ട് റൈസ് ക്രീമാണ് മെയിൻലി അവർ ഉപയോഗിച്ച് വരുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടായേക്കാവുന്ന, നാച്ചുറലി ഉണ്ടായേക്കാവുന്ന ചില മാറ്റങ്ങൾ, അതായത് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഡ്രൈനെസ്, അങ്ങനെയൊക്കെയുള്ള ഡാമേജസിനെ നമുക്ക് എങ്ങനെ ചെറുത്ത് നിൽക്കാം നാച്ചുറൽ രീതികൾ ഉപയോഗിച്ചിട്ട്. അപ്പം ഇപ്പം കെമിക്കലായിട്ട്, സർജിക്കലായിട്ടൊക്കെ ഉള്ള കുറേ രീതികൾ ഇപ്പോൾ അവൈലബിൾ ആണ്, ലേസർ തെറാപ്പി അങ്ങനെയൊക്കെ ഉള്ളത്. അതൊന്നുമല്ല, നാച്ചുറൽ രീതികൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സ്കിന്നിന് വരാവുന്ന ഡാമേജസ്, മെയിൻലി പ്രായമാകും തോറും നമുക്ക് വരാവുന്ന ചില ചേഞ്ചസ്, അതിനെങ്ങനെ ചെറുത്ത് നിൽക്കാം, ഈ സ്കിന്നിന് വരുന്ന ഡാമേജസ് ഒക്കെ മാക്സിമം നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയ ഒരു റൈസ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൈസ് ക്രീം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഒരു റൈസ് ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പച്ചരി വൈറ്റ് റൈസ് അതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തേക്കുന്നതാണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. ഈ അരി നന്നായിട്ട് മൂടിക്കിടക്കാൻ മാതിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ തലേദിവസം രാത്രി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാം, അല്ലെങ്കിൽ രാവിലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരം എടുക്കാം. സൗകര്യം പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം കളയാതെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ കിടന്ന് ഈ അരി വേവണം. ഓക്കെ, അപ്പം ഞാൻ വേവിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതാ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ അരി വെള്ളത്തിലിട്ടിരുന്ന ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വേവിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അലോവെറയാണ്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവെറയിൽ നിന്ന് എടുത്തിട്ട ജെല്ലാണ്. ഇനി ഈ ഫ്രഷ് അലോവെറ വീട്ടിലില്ല എന്നുള്ളവർക്ക് നമുക്ക് വാങ്ങി കിട്ടുന്ന അലോവെറ ജെല്ലും ഉപയോഗിക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേവിച്ച് വെച്ചേക്കുന്ന ഈ ചോറും ഈ അലോവെറ ജെല്ലും കൂടി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീം രൂപത്തിലുള്ള ഒരു ഇത് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ഒരു ജെല്ല് രൂപത്തിലാണ് നമുക്കിത് അടിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഇത്രയും കൂടി ഒന്ന് ഉറയ്ക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീം പരുവത്തിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു ജെൽ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് ഇനി നമ്മൾ എങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മളപ്പോൾ ഇതൊരു ചില്ല് കുപ്പിയിൽ ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമ്മൾ വെള്ളം തട്ടാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതാ ഈ മാജിക്കൽ റൈസ് ക്രീം എങ്ങനെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മെയിൻലി ഞാനിത് കാണിക്കാനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ഇരിക്കുന്നു, നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. കണ്ടോ, നല്ലൊരു സ്മൂത്ത് ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇതിന്. പിന്നെ ഞാനിപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ഈ വൈറ്റ് റൈസ് പ്ലസ് അലോവെറ, അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇതിനൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ റൈസിനകത്ത് മെയിൻലി വൈറ്റമിൻ ബി റിച്ച് ആണ്. പിന്നെ ഇത് കൊളാജൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഈ വൈറ്റ് റൈസിനകത്തുള്ള കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊളാജൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും. പിന്നെ നമ്മുടെ സ്കിന്നിനകത്തുള്ള റിങ്കിൾസ്, ഫൈൻ ലൈൻസ് അതൊക്കെ കുറയാനായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെയാണ് ഈ റൈസിൽ നിന്ന് നമുക്കൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് കൊറിയൻസും ജാപ്പാനീസും ഒക്കെ കുറേ നാളുകൾ, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ഈ റൈസ് ക്രീം. അപ്പോൾ റൈസ് ക്രീം നമുക്ക് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചത് ഒരു മെത്തേഡാണ്, ഒരു ഈസി മെത്തേഡാണ്.
അപ്പോൾ ഈ കൊറിയൻസും ജാപ്പനീസും ഒക്കെ അവരുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കില്ല. അപ്പോൾ മെയിൻലി അവർ ഈ റൈസ് ക്രീമാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുവിധം ഒരു 35 എബവ് ഒക്കെ ഉള്ളവർക്ക് മെയിൻലി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഏജിങ് പ്രോസസ്സ് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുന്നത്. കാരണം അത്രയ്ക്ക് സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ്. ഇത് ഇങ്ങനെ ഒലിച്ചു പോകത്തില്ല, വാട്ടറി അല്ല, എന്നാൽ ഭയങ്കര കട്ടിയല്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈഡ്രേറ്റിംഗ് ആണ്. ഈ റൈസ് പ്ലസ് ഇതിനകത്ത് മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ എല്ലാ ഒരു വിധ ഗുണങ്ങളും, ഫേസിൻ്റെ സ്കിന്നിന് പറ്റിയ ഗുണങ്ങൾ റിച്ച് ആയിട്ടുള്ളതാണ് ഈ റൈസ്. അപ്പോൾ ആ വൈറ്റ് റൈസിനകത്തുള്ള ഫുൾ കണ്ടൻറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിട്ട് വെച്ച വെള്ളവും എല്ലാം കൂടി ഇട്ടാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തത്. പിന്നെ അലോവേറ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് പറയണ്ടല്ലോ, അലോവേറയിൽ വൈറ്റമിൻ ഇ, എ, സി, B12 എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും സ്കിന്നിൻ്റെ ആ ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിങ് ഇഫക്റ്റിന് വളരെ നല്ലതാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉണ്ട് ഈ അലോവേറയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അക്നെ, ചെറിയ തോതിലുള്ള സൂപ്പർഫിഷ്യൽ അക്നെക്കൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഈ അടുത്ത് ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മാസ്ക്, ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് നമ്മൾ മാസ്ക് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാസ്ക് വെച്ചപ്പോൾ എനിക്ക് ചെറിയ അലർജി, എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അലർജി ആ മാസ്ക് വെച്ച ഭാഗത്തൊക്കെ ഇങ്ങനെ കുരുക്കൾ പൊന്തിയിരുന്നു. അപ്പം ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ അതങ്ങ് അവിഞ്ഞ് ആ പാട് സഹിതം പോകുന്നുള്ളതാണ്. അപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാക്സിമം 15 മിനിറ്റ്സ് വെച്ചാൽ മതി. ഈ കഴുത്തിനകത്തുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പോകാനും ഇത് നല്ലതാണ്, റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കത് കഴുകിക്കളയാം നല്ല തണുത്ത വെള്ളത്തിൽ. അപ്പോൾ അതിൽ കൂടുതൽ എപ്പോഴും പറയുന്ന പോലെ കുറേ ഡ്രൈ ആവാനായിട്ട് വെക്കണ്ട. അധികം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആവും, റിങ്കിൾസ് കൂടും നമ്മൾ സംസാരിക്കുമ്പോഴും മുഖത്തെ മസിൽസ് മൂവ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അതോടെ ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ക്രീം പോലെ മാത്രമല്ല, നമുക്കിത് ഒരു ഫേസ് സ്ക്രബായിട്ടും ഉപയോഗിക്കാം. സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഡെയിലി സ്ക്രബ്. അപ്പം നമ്മൾ ദിവസത്തിൽ മെഡിക്കലി ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ 2 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ ഡിറ്റർജൻറ്റ്, സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഇടയ്ക്കൊന്ന് ഫേസ് ക്ലീൻ ചെയ്യണമെങ്കിൽ, വാഷ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഫേസ് വാഷ് അല്ലെങ്കിൽ സ്ക്രബായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊഴിച്ച് കഴുകുക. അപ്പോൾ ഫേസ് വാഷ് 3, 4, 5 പ്രാവശ്യം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അത് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണ് മെയിൻലി ഈ 2ൽ കൂടുതൽ പ്രാവശ്യം മുഖം കഴുകുന്നത്. പക്ഷെ അവരിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് കഴുകുമ്പോൾ മുഖം കൂടുതൽ ഓയിലി ആവാം. അപ്പോൾ നമുക്ക് എത്ര ആവശ്യം വേണമെങ്കിലും ഇത് ഉപയോഗിച്ച്, ഈ നാച്ചുറൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 പർപ്പസ് ഉണ്ട്. പിന്നെ ചിലർ ഈ റൈസ് ക്രീം നൈറ്റിൽ പുരട്ടിയിട്ട് കിടക്കുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് നൈറ്റിൽ നമ്മൾ ഒരു സാധനവും സ്കിന്നിൽ തേച്ചിട്ട് കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും നൈറ്റിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ ക്ലീൻ ആയിരിക്കണം, എല്ലാ പോസും ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ യൂത്ത്ഫുള്ളായിട്ടിരിക്കും. റിങ്കിൾസും ഫൈൻ ലൈൻസും വരുന്നത് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും, നല്ല ഗ്ലോയിങ് കിട്ടും. വൈറ്റനിങ് മാസ്ക് കൂടിയാണ് ഇതാ. അപ്പോൾ ആ റൈസ് ക്രീം അപ്ലൈ ചെയ്തത് ഞാൻ കഴുകിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കിതെല്ലാം കഴുകി കളയാണ്ട്. കാരണം ആ റൈസിനകത്ത് സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അത് ഇത്തിരി ഒരു സ്റ്റിക്കി ഇതുണ്ട്. പക്ഷേ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ കണ്ടോ, നല്ലൊരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ മാറാനും പിന്നീട് അത് വരുന്നതിൻ്റെ റേറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, എന്ത് നമ്മൾ ടിപ്പ് പറഞ്ഞാലും നിങ്ങളൊന്ന് എന്താ പറയുക, ഒരു ട്രയൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കാരണം ചിലർക്ക് ഈ റൈസ്, സ്റ്റാർച്ച് ഒക്കെ അലർജി ഉണ്ടാവാം. ഈവൻ അലോവേറയ്ക്ക് വരെ അലർജി ഉള്ളവരുണ്ട്. അപ്പം അതുകൊണ്ട് അലർജി ഉണ്ടോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കാവൂ.